ശ്യാം പ്രസാദ് ഉത്തമൻ, ഗുഡ് മോർണിംഗ്. ദിന ആശംസകളും നേരുന്നു. എന്താണ് ശ്യാം നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ചടങ്ങാണല്ലോ ഇത്. മൊത്തത്തിൽ തന്നെ രാഗൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഈ പുലികളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാളത്തിൽ നിന്ന് പുലികളെല്ലാം തന്നെ ഇന്ന് പുറത്തിറങ്ങുന്ന ദിവസമാണ്. തൃപ്പൂണിത്തുറയിലെ ആ പുലികളൊക്കെ ഏകദേശം ഒരുങ്ങി നിൽക്കുന്ന പുലിയെ നമുക്ക് കാണാം. അതെ, തൊട്ടടുത്ത് ഒരു പുലി ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണ് ഇത് റെഡിയാക്കിയേ? എപ്പോഴാണ് റെഡിയായി? 3 മണി തൊട്ട് 3 മണി മുതൽ ഈ സമയം വരെ വരച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. ഇനി ഒരു 9 മണിയാകുമ്പോഴേക്കും ഇത് അവസാനിപ്പിക്കണം. അതുവരെ 9 മണിയാകുമ്പോൾ പുലികളൊക്കെ ചേറി പാഞ്ഞിട്ട് വരാ. തൃശ്ശൂർ പേരൂർ. നിങ്ങൾ ഏത് സംഘത്തിന്റെ ആൾക്കാരാ? ഞങ്ങള് യുവജനം. അപ്പൊ യുവജന സംഘത്തിന്റെ പുലിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങള് എത്ര പേര്? 20 പുലി. 20 പേരടങ്ങുന്നൊരു പുലിക്കൂട്ടം അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ തൃപ്പൂണിത്തുറയിലെ ഈ അത്തനഗരിയിൽ നിന്നിങ്ങനെ ചാടിത്തുള്ളി ഇറങ്ങുന്ന കാഴ്ചകൾ കാണാം. തൊട്ടപ്പുറത്ത് ഈ വലിയ രീതിയിൽ അലങ്കാരങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അതുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വർണ്ണാഭമായ അലങ്കാരങ്ങൾ, നാടൻ കലകളുടെ ഒരു സമന്വയം, സംഗമം എന്നൊക്കെ വേണമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തെ നമുക്ക് പറയാം. ആ രീതിയിലേക്ക് അത്തച്ചമയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുതലും. സാധാരണഗതിയിൽ കഴിഞ്ഞ ഒരു 2018 കാലഘട്ടത്തൊക്കെ പ്രളയ സമയത്തൊക്കെ വലിയ തോതിൽ മഴയും ഒക്കെ ആയിട്ട് മാറുന്നൊരു കാഴ്ച കണ്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വീണ്ടും മഴയുണ്ട് എന്നാണ്. അതൊരു വലിയ ആശങ്കയായി അങ്ങനെ നിലനിൽക്കുമ്പോഴും തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും, അല്ലേ ശ്യാം? പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഈ കളർഫുള്ളായിട്ടുള്ള ഈ വർണ്ണങ്ങളും മേളങ്ങളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആ കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ അങ്ങനെ നീങ്ങാൻ കഴിയുകയുള്ളൂ. നിലവിൽ നമുക്ക് ഒരുപാട് പുലികളും മറ്റുമൊക്കെ ഇവിടെ വരച്ചിരിക്കുന്നതും കാണാം. തൊട്ടിപ്പുറത്ത് എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം പറയാം. ഇവിടെ ഈ പുലികളുടെ കാൽപാദങ്ങളാണ്. ഇവിടെ ആ ചെരുപ്പുകൾ കാണാൻ കഴിയും. ഇവിടുത്തെ ഈ പുലികളുടെ ചെരുപ്പുകൾ പോലും അതിൽ പോലും കൃത്യമായ രീതിയിൽ വരകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമന്വയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു 9 മണിയോടുകൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ആ പുലിക്കൂട്ടം ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാം. തൊട്ടപ്പുറത്ത് വലിയ തോതിൽ പുലികൾ ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പല നിറത്തിലുള്ള പുലികൾ ഇവിടെയുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂർ. ഇതേത് പുലിയാ? ബ്ലൂ. എത്ര മണിയായപ്പോൾ ഒരുങ്ങിയോ? ഞാനൊരു 2:30-3 മണി. എത്ര മണിയോട് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും? അറിയില്ല, ടൈം അറിയില്ല. എന്തായാലും തൊട്ടിപ്പുറത്തൊരു കറുത്ത കരിമ്പുലിയുണ്ട്. പറയുമ്പോൾ തന്നെ ഒരു ഗൗരവം ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കും പുലിയായി വേഷമിട്ടവർക്കൊക്കെ രാവിലെ തന്നെ ഒരു അധിക ഗൗരവം. ഇവരൊക്കെ ചെറിയ ഗൗരവത്തിലായിരിക്കും. തൊട്ടിപ്പുറത്തൊരു പുലി കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ പലതരത്തിലുള്ള പുലികൾ അങ്ങനെ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുലികളെല്ലാവരും ഒരു 9 മണിയോടെ കൂട്ടമായിട്ട് ഇറങ്ങും. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള നാടൻ കലകളുടെ ആ സമന്വയമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വേഷവിധാനങ്ങൾ ഇവിടെ നമുക്ക് കാണാം. തൊട്ടപ്പുറത്ത് സ്നേഹ കൂടിയുണ്ട്. സ്നേഹ മറ്റ് അലങ്കാരങ്ങളും ഈ പറയുന്ന മറ്റ് വേഷവിധാനങ്ങളും തിരികെ വരാം. സ്നേഹയോട് തന്നെ ചോദിക്കാം. സ്നേഹ, ഗുഡ് മോർണിംഗ്. അത്തദിന ആശംസകൾ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മത്സര ഇനങ്ങൾ എന്തൊക്കെയാണ്? ഈ നമ്മുടെ ഔദ്യോഗിക ഓണാഘോഷത്തിന്റെ ഭാഗമാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയും. അതുകൊണ്ട് തന്നെ വളരെ വർണ്ണാഭമായ ചടങ്ങുകൾ. എല്ലാ തവണയും പ്രത്യേകതയാർന്നത് വിവിധ ഇനങ്ങളിലെ മത്സരങ്ങളാണ്. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് സ്നേഹ? നമ്മൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്ന ഈ അത്തച്ചമയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട
ഒരു കാര്യം തന്നെയാണ്. വർണ്ണാഭമായ നിറങ്ങളുടെ ഉത്സവം, വർണ്ണാഭമായ ഘോഷയാത്രയും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഓരോ വർഷത്തെയും പ്രാധാന്യമനുസരിച്ച് ഒരു വിഷയത്തെ ഒക്കെ സംബന്ധിച്ചുള്ള ഫ്ലോട്ടുകളുമൊക്കെ നിരവധി ഉണ്ടാകും. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ പടയണി ഒരുക്കത്തിൻ്റെ തയ്യാറെടുപ്പുകളിലാണ്. ഓദറയിൽ നിന്നുള്ള പടയണി സംഘമാണുള്ളത്. നിങ്ങൾ എത്ര നാളായി ഇങ്ങനെ? 40 വർഷമായി ഓദറയിൽ നിന്നുള്ള സംഘമാണ് അല്ലേ? എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പടയണി പാട്ട് പടം? കത്തുന്നോരഗ്നികണ്ണിൽ ചിതറുമെരികനൽ കണ്ണിൽ വന്നുത്ഭവിച്ച് അത്യന്തം കോപമോടെ അസുരനിരമിൻ ചെയ്ത് ലോകത്രയത്തെ രക്ഷിപ്പാരീശ്വരൻ താനരുടെ അതിനാൽ വന്ന് പുതുക്കുളങ്കരക്കാവിൽ വാഴും ഭദ്രേ തൊൽപാദപത്മം പരിണുടയാൻ പാണി കൂപ്പി കുമ്പിടുന്നേ മായേ പുതുക്കുളങ്കര വാഴും തായേ താവാ പാദം കൈതൊഴുന്നേൻ മായേ പുതുക്കുളങ്ങര വാഴും തായേ താവാ പാദം കൈതൊഴുന്നേ മായാവിന മഹാലോകരെല്ലാം മനിച്ചു പോരുന്ന വാസരമേ മായ വിന മഹാലോകരെല്ലാം മനിച്ചു പോരുന്ന വാസരമേ പത്താമുദയെന്നാൽ ജനമൊത്തമ്പിക തൻ്റെ നൃത്തക്കളമത്യന്ത വിശുദ്ധപ്രദമാക്കി പത്താമുദയെന്നാൽ ജനമൊത്തമ്പിക തൻ്റെ നൃത്തക്കളമത്യന്ത വിശുദ്ധപ്രദമാക്കി 10,000 ഉത്തമകേളി ഗ്രഹം ചമച്ചേ 10,000 ഉത്തമകേളി ഗ്രഹം ചമച്ചേ. നല്ല ഗംഭീരമായിട്ടുണ്ട്. പോത്തി ഇവരെ സംബന്ധിച്ചിടത്തോളം 40 വർഷത്തോളമായി, അതിലധികം ഉള്ളവരും ഉണ്ടാകും. അതായത് നമ്മൾ ഈ അത്തച്ചമയത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 1947 ആദ്യമായിട്ട് തുടങ്ങുന്നത്. 2025 എത്തി നിൽക്കുമ്പോഴേക്കും നോക്കുക, ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളടക്കം നിരവധി കളർഫുൾ ആയിട്ടുള്ള കുറേ കലാരൂപങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും. ഇനി ഈ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഈ നാടും നഗരവും ഒക്കെ അങ്ങ് കളർഫുള്ളായി അടിപൊളിയായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തലേദിവസമൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങും. അങ്ങനെ ഒരു ഉത്സവമാണ്. അതായത് ഓണം ഇങ്ങെത്തി, ഓണത്തിന് ഇനി ഏതാനും ദിവസം കൂടിയേ ഉള്ളൂ. അങ്ങനെ ആണ് ഈ അത്തത്തിൻ്റെ ഒരു ഓണത്തിൻ്റെ വരവറിയിക്കുന്ന ഒരു അത്തച്ചമയം ഇവിടെ തൃപ്പൂണിത്തുറയിൽ തുടക്കമാകുന്നത്. ഇതിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പുകളാണ്. ഇപ്പം ഏത് പരിപാടിയാണെങ്കിലും അതിനൊരു തയ്യാറെടുക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ ഈ ഓരോ റൂമുകളിലായിട്ട് ഓരോരോ കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9 മണിയാണ് സമയം. ഇനിയിപ്പോൾ അല്പസമയം കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും 9 മണിക്ക് പതാക ഉയർത്തൽ നടക്കും. മന്ത്രി പി രാജീവ് എത്തിയാലുടൻ ഇതിന്റെ തുടക്കമാവുകയാണ്.